ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ മില്ലിക്കുട്ടിയാണ് നമ്മളുടെ ഇന്നത്തെ നായിക. സത്യത്തിൽ ഈ വീഡിയോ എടുക്കല്ല, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസമായിട്ട് എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞു. എന്തെങ്കിലും ഒന്ന് എടുത്തു തുടങ്ങുമ്പോഴേക്കും സ്റ്റോറേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മെസ്സേജ് വരും. പിന്നെ ഫോട്ടോസ് എടുക്കുമ്പോഴാണല്ലോ അപ്പോൾ ആകെ ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ അതൊന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് വെച്ച് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഏതൊക്കെ വീഡിയോസോ ഏതൊക്കെ ഫോട്ടോസാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യണം. അതിനുള്ള എന്താ പറയുക, ഒരു ഫോട്ടോ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും, ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും അയ്യോ അത് കളയണ്ട, അത് എടുത്തു വയ്ക്കാം. അങ്ങനെ വിചാരിച്ചിട്ട് ഒന്നും ഡിലീറ്റ് ആക്കാനും തോന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നമ്മളുടെ മില്ലിയുടെ ആണെങ്കിലും ടെഡിയുടെ ആണെങ്കിലും കുക്കിയുടെ ആണെങ്കിലും ചക്കിയുടെ ആണെങ്കിലും കുറേ വീഡിയോസ് ഉണ്ട്. അതായത് അവരുടെ ഒരു നല്ല നല്ല മൊമെൻറ്റ്സ് കാണുമ്പോൾ അപ്പോൾ നമ്മളിങ്ങനെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ പിള്ളേർ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കും. അപ്പോൾ അത് പിന്നെ നമ്മൾ കാണുമ്പോൾ അത് കളയാനേ തോന്നില്ല. കുറുമ്പത്തിയായിരുന്നു അവള്. അപ്പോൾ അത് കാരണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾക്ക് ഇപ്പം അത് എന്തായാലും ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് യൂട്യൂബിലെങ്കിലും എന്താ പറയുക ഇത് കാണാമല്ലോ. കാരണം ഇതിപ്പോൾ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ നമ്മൾക്കറിയാം ചേട്ടൻ്റെ അടുത്ത് ഭയങ്കര സെറ്റായിരുന്നു കേട്ടോ, അവൻ്റെ അടുത്തായിരുന്നു. ഇതുപോലെ ഇരുന്ന് ഉറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അവൻ്റെ അടുത്ത് മാത്രമാണ് ഇങ്ങനെ അവൾ കുറേ നേരമെങ്കിലും ഇരിക്കുള്ളൂ. അങ്ങനെയായിരുന്നു പണ്ട്. ഇപ്പം ആരുടെ അടുത്തിരിക്കില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ യൂട്യൂബിൽ കയറ്റിയിടാം. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് കാണാമല്ലോ. നമ്മളെ പിള്ളേരുടെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാറില്ല. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ കാണും. ഇപ്പോൾ ദേവട്ടൻ്റെയൊക്കെ വീഡിയോ മാളുവിൻ്റെയൊക്കെ എനിക്ക് എന്താ പറയുക മറ്റേ ഹാർഡ് ഡിസ്കിൽ ഇപ്പോഴും ഉണ്ട്. കുഞ്ഞത്തെ വീഡിയോ എനിക്കെന്നല്ല അവർക്ക് തന്നെ ഇപ്പോൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബിൽ കയറ്റിയിടാം. അപ്പം അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇടാനുള്ള എന്താ പറയുക മോട്ടിവേഷൻ. അപ്പം അതുകൊണ്ട് വലിയ എന്താ പറയുക കാണുന്നവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം മില്ലി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഒരു പൂച്ച അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു എന്താ പറയുക ഇഷ്ടമുള്ളവർക്ക് കാണാം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഓർത്തു ഇതിങ്ങനെ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോകാമെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ ഇടണേക്കാളും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഓക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ വിചാരിച്ചെന്ന് വെച്ചാൽ വോയിസ് കൊടുക്കണം. അതിനിപ്പോൾ ഇത്രയുള്ള സമയമല്ലോ വേണ്ടോ. അപ്പോൾ നമ്മളുടെ മില്ലിയുടെ കഥ പറയാം. മില്ലീനെ ശരിക്കും നമ്മൾ 2 മാസമുള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. ശരിക്കും നമ്മൾ ദുബായിൽ നിന്ന് വന്ന് നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞിട്ട് ഒരു 2-3 മാസമായപ്പോൾ നമ്മൾ ടെഡീനെ വാങ്ങിച്ച് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ മില്ലീനെ വാങ്ങിക്കുന്നത്. അതെന്താ കാരണം, ടെഡി മാത്രമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു പെറ്റ്. അത് നമ്മൾ അവിടെ നിന്നേ പോരുമ്പോൾ കുറേ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡൻ റിട്രീവർ. അവിടെ നിന്നേ നമ്മൾ സെർച്ചിങ് തുടങ്ങിയതാണ്. വേറെ ഒരു എന്താ പറയുക പട്ടികളെ കുറിച്ചും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ആകെ ഗോൾഡൻ റിട്രീവർ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നേ നമ്മൾ ബുക്ക് ചെയ്ത് വന്നിട്ട് 2 മാസമായപ്പോഴേക്കും നമുക്ക് ടെഡീനെ വാങ്ങിച്ചു. ടെഡീനെ ഒരു 6-7 മാസം വരെ ഞങ്ങൾ അകത്ത് തന്നെയാണ് ടെഡീനെ ഇട്ടിരുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡൻ റിട്രീവർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ബ്രീഡുകളെ പോലെ പെട്ടെന്ന് വലുതാവും, ഭയങ്കരമായിട്ട് വലുതായി. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് പേടിയായി തുടങ്ങി. അകത്താണ് നടക്കണത്. പിന്നെ ലീഷുണ്ട്, കൂടുമില്ല, ഒന്നുമില്ല. കാരണം ഫുൾ ടൈം അകത്താണ്. അപ്പോൾ എന്താ ആൾക്കാർക്കൊക്കെ പേടിയായി തുടങ്ങി. പിന്നെ ഇവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എന്താ പറയുക നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അത്ര അവൻ കാമല്ല. സാധാരണ നമ്മൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ കാണുമല്ലോ നല്ല ഗോൾഡൻ റിട്രീവേഴ്സൊക്കെ ഭയങ്കര കാമായിട്ട് പറയണതൊക്കെ അനുസരിച്ച് അങ്ങനെയുള്ള ഇവൻ അങ്ങനെ ഒക്കെയാണ്. പക്ഷേ എന്നാലും പെട്ടെന്ന് ആൾക്കാരെയൊക്കെ കാണുമ്പോഴാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കാരണം അത്ര നമുക്കങ്ങനെ ഫുൾ ടൈം അതായത് ജീവിതകാലം മുഴുവൻ അകത്തിട്ട് വളർത്താൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല നന്നായി കൊഴിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു പ്രശ്നമായപ്പോൾ പതുക്കെ നമ്മൾ ഇവനെ പുറത്തേക്ക് മാറ്റി. ലീഷൊക്കെ ഇട്ട് പുറത്ത് നമ്മൾ സിറ്റൗട്ടിലല്ല കാർ പോർച്ചിലൊക്കെ ആക്കാൻ മാറ്റി. പിന്നെ അവിടെ നിന്നും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ നമ്മൾ അഴിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അതായത് കെട്ടിയിട്ട് തുടങ്ങിയപ്പോൾ അവൻ കുറച്ച് അഗ്രസീവ് ആവാനും തുടങ്ങി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു പതുക്കെ കൂട്ടിലേക്ക് മാറ്റി. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു
എന്താ പറയുക, അവൻ അഴിച്ചിടുന്ന സമയത്തുള്ളതും അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോകുമ്പോഴുള്ള ആ ഒരു ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. എന്താ പറയുക, അത്രയ്ക്കുള്ള ഇതുള്ളൂ. അല്ലാണ്ട് ഫുൾ ടൈം വീടിൻ്റെ അകത്ത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇല്ലാണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ പേർഷ്യൻ ക്യാറ്റ് എന്നൊരു, നമ്മളല്ല ഞാൻ കുത്തി പൊക്കി കണ്ടുപിടിച്ച് അങ്ങനെയാണ്. അതായത് ഈ പിള്ളേർ ഫുൾ ടൈം ടി വി ആണല്ലോ, അപ്പോൾ അവർക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല. കാരണം ടെഡി അകത്തുണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം എന്തൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ടെഡി പുറത്തേക്ക് പോയപ്പോഴും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മില്ലിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. അത് നമ്മളുടെ ഇവിടെ ഇരിഞ്ഞാലക്കുട ഒരു വീട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. മില്ലിനെ വൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തപ്പി പിടിച്ച് കിട്ടിയതാണ്. ബ്ലൂ ഐസാണ് നോക്കിയിരുന്നത്, പക്ഷേ ബ്ലൂ ഐസിനെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മില്ലിനെ 2 മാസമുള്ളപ്പോൾ കൊണ്ടുവന്നു. അത്യാവശ്യം കുറുമ്പത്തിയായിരുന്നു. എൻ്റെ പഴയ വീഡിയോസിലൊക്കെ അവളുണ്ട്. പക്ഷേ നമ്മുടെ ചക്കിയുടെ അത്ര കുറുമ്പത്തിയൊന്നുമല്ല, ഇങ്ങനെ കുറച്ച് പക്ഷേ അവൾ ഇപ്പോഴും ആണെങ്കിലും പണ്ടാണെങ്കിലും ഭയങ്കര പാവമാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. പിന്നെ അവൾ ചെറുപ്പത്തിലെ ഫുൾ ടൈം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവൾക്ക് അങ്ങനെ പുറത്തേക്കൊന്നും നമ്മൾ വിടാറില്ല, അകത്ത് തന്നെയാണ്. കാരണം വേറെ പൂച്ചകളും ഫുൾ ടൈം ഇങ്ങനെ പുറത്തിങ്ങനെ മറ്റേ സ്ട്രൈപ്പ് പൂച്ചകളുണ്ടല്ലോ, അത് കുറേ ഉണ്ടായിരുന്നു നമ്മളുടെ വീടിൻ്റെ പരിസരത്ത്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ വിടില്ല. കാരണം ഇവൾക്ക് ഒന്നാമത് ഭയങ്കര പേടിയാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഗ്ലാസിൻ്റെ അപ്പുറത്തൊരു പൂച്ച നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അതിൻ്റെ അടുത്തേക്ക് ആരും പോയി കഴിഞ്ഞാൽ തല്ലാവും. പിന്നെ ഇവൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ നമ്മളാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒരു സൗണ്ട് കേട്ടാൽ അപ്പോഴേക്കും ഞെട്ടും, ഭയങ്കര പേടിയും അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് വിടാതെ ഇതാക്കിയത് അതുകൊണ്ടായിരിക്കാം. പക്ഷെ പുറത്ത് വിടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു വയസ്സിലാന്ന് തോന്നുന്നുണ്ട്. കൊണ്ടുവന്നപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും ഇല്ല. ഇതിപ്പോൾ 1 വയസ്സായപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ്. അവള് ഭയങ്കര നമ്മൾക്ക് ഡോഗുകൾ ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വലിയ പാടില്ല. പക്ഷേ ഇവർ കുറച്ച് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, കുറച്ച് പ്രശ്നമാണ്, മാന്താൻ ചാൻസ് ഉണ്ട്. മറ്റവരാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല, കുറച്ച് കുറേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് റിസ്ക് ആയിരുന്നു നമ്മളെ കൊണ്ടുപോകണത്. ഫുൾ ടൈം അകത്തന്നെ നമ്മൾ പൊട്ടി ട്രെയിനൊക്കെ അകത്തന്നെ ചെയ്ത് അതൊക്കെ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് അങ്ങനെ നല്ല കുട്ടിയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഹീറ്റ് വന്നു. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഹീറ്റിലാണ് മാഡം പ്രഗ്നൻ്റായി. അപ്പോൾ ആ സമയമായപ്പോഴേക്കും ആ സമയം നമ്മൾ അറിഞ്ഞില്ല കേട്ടോ, പ്രസവിക്കാൻ അന്നോ ഇല്ലെങ്കിൽ തലേദിവസം അല്ലാന്നുണ്ട്. കാരണം പ്രസവിക്കാൻ പോകണമെന്ന് ഇവള് 2 ദിവസം മുന്നേ ഇവള് നമ്മളുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. നമ്മളുടെ അടുത്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കൂടുതലും ഇങ്ങനെ അടുത്തേക്ക് വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാണ്ട് അടുത്തേക്ക് വരലും ഇങ്ങനെ മുട്ടി ഇങ്ങനെ അങ്ങനെ ഉള്ള ഇതുകളൊന്നുമില്ല. ഭയങ്കര സ്നേഹം, ഭയങ്കര കരച്ചിൽ, വന്നിട്ട് നീള അങ്ങനെയൊക്കെ കണ്ടപ്പോഴും നമുക്ക് എന്ത് പറ്റി, ഇവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്നും. പിന്നെയാണ് നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോഴാണ് ഇവളുടെ ഓരോ എന്താ പറയുക ബോഡിയിൽ ഓരോ ചേഞ്ചസൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡൗട്ട് അടിച്ചത്. അപ്പോഴേക്കും അന്ന് ഉച്ചയായപ്പോഴേക്കും ഫുൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ അപ്പോഴേക്കും നമ്മൾ സെറ്റ് ചെയ്ത സ്ഥലത്തൊന്നും പ്രസവിച്ചൊന്നുമില്ല. നമ്മൾ അടുക്കളയിൽ ഫുൾ ടൈം നമ്മളുള്ള സ്ഥലം നോക്കിയിട്ടാണ് തോന്നുന്നത്. അടുക്കളയിൽ മറ്റേ കിച്ചൺ ക്യാബിനറ്റിൻ്റെ അടിയിലൊരു സ്ഥലം കണ്ടുപിടിച്ചു, അവിടെ പ്രസവിച്ചു. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയ സമയത്താണ് നമ്മൾ കുക്കിനെ വാങ്ങിക്കണത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിയണ്ടായിരുന്നില്ല അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പോൾ വാങ്ങിക്കില്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കുള്ളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടീനെ, നമ്മളുടെ ഈ ചക്കീനെ ഈ കുക്കീരയിൽ നിന്ന് സേവ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും ശ്രമകരമായ ജോലി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുക്കിക്ക് അറിയില്ലല്ലോ, ഇവള് ഈ ചെറുതല്ലേ. അപ്പം ഇതിങ്ങനെ പീന്ന് കരയണ സൗണ്ട് കേൾക്കുമ്പോൾ, അതും കിച്ചൻ്റെ കബോർഡിൽ നമുക്ക് ഫുൾ ടൈം അതിങ്ങനെ അടച്ചിടാൻ പറ്റില്ല, എയർ സർക്കുലേഷൻ വേണമല്ലോ. പിന്നെ ഗ്യാസിൻ്റെ ആ ഒരു ചെറിയ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങാനും നമ്മളങ്ങനെ അടയ്ക്കാൻ മറന്നു കഴിഞ്ഞാൽ ഇവള് കയറി അതിനെ ശരിയാക്കും. ഇതിനൊരു കുന്തറിയില്ല. മില്ലിക്കാണെങ്കിൽ നല്ല പേടിയവളെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, മില്ലി പണ്ടേ മേടിത്തൂറിയ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. ടെഡിയായിട്ട് ഭയങ്കര സെറ്റാണ്. ടെഡി ഒന്നും ചെയ്യില്ല. ഇവളും ടെഡിയുടെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടെഡി അങ്ങനെ ഇങ്ങനെ ചാടുവോ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഈ കുക്കി എന്ന് പറഞ്ഞാൽ ഇത് ചെറുതല്ലേ, അപ്പോൾ ഇവളും കളിയുടെ അങ്ങനത്തെ ഒരു ഏജാണ്. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഓടണ പട്ടിക്കുട്ടികൾ സാധാരണ അങ്ങനെയാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഓടണ വേണ്ടോ, അല്ലെങ്കിൽ ബോളാണെങ്കിലും ഒന്ന് ഉണ്ടാവും, അത് പിന്നാലെ ഓടും. അതുപോലെ തന്നെയാണ് മില്ലീനെ ഇങ്ങനെ അവളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതായിരുന്നു കണ്ടാക്കുക ഈ കബോർഡിൻ്റെ ഉള്ളിൽ. അപ്പോൾ കബോർഡ് എങ്ങാനും നമ്മൾ തുറന്നു കൊടുക്കുമായിരുന്നെങ്കിൽ
ഭയങ്കര പ്രശ്നമായി. ഞാൻ എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മാറ്റി ഫസ്റ്റ് ഫ്ലോറിലൊരു സ്ഥലമൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തൊക്കെ സെറ്റാക്കി കൊടുത്തു. ഇവിടെ എന്നിട്ട് കുട്ടീനൊക്കെ ചക്കീനെ അവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. ഇവളെയും അവിടെ കാണിച്ചു കൊടുത്തു. അത് ഒരു രക്ഷയില്ല. അവളൊരു 10 മിനിറ്റ് കൊണ്ട് ആ ചക്കീനെ അവിടെ നിന്ന് തൂക്കി പിടിച്ച് സ്റ്റെപ്പുമ്മ കൂടെ കൊണ്ടുവന്നിട്ട് അവൾ ഈ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്നു. അപ്പോൾ അത് അങ്ങനെ ഫ്ലോപ്പായി. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് നമ്മളുടെ ചക്കീനെ. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോൾ ചക്കിയും കൂക്കിയാണ് ഒരുമിച്ച് കിടക്കുന്നത് വർക്ക് ഏരിയയിൽ. മില്ലിനെ നമ്മൾ ഈ പ്രസവം വരെയൊക്കെ നമ്മളിങ്ങനെ നന്നായി കെയർ ചെയ്തിരുന്നു, പുറത്തേക്കൊന്നും വിടാണ്ട് കാര്യങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ഈ ചിലപ്പോൾ രാത്രി വരികയില്ല. അങ്ങനെയല്ല, കുട്ടീനെയൊക്കെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് കുട്ടിയൊക്കെ വലുതായില്ലോ. ചക്കിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ചക്കി വലുതായി കഴിഞ്ഞപ്പോൾ ഒരു 4 മാസമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഇതേയല്ല, ചക്കി എടുത്ത് വരുന്നതേ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഇതാവും, ഉപദ്രവിക്കൊന്നുമില്ല. അങ്ങനെ ചക്കി വരുമ്പോഴേക്കും ഇവള് ഓടിപ്പോവും. അങ്ങനെയാണ്. അപ്പോൾ ഇവള് ഇപ്പോൾ പുറത്തൊക്കെ ആവും, ചിലപ്പോൾ ടെറസിൻ്റെ മുകളിലാവും, ചിലപ്പോൾ ടെടിയുടെ കൂടിൻ്റെ മുകളിൽ, ചിലപ്പോൾ സിറ്റ് ഔട്ടിലൊക്കെ രാത്രി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അകത്തേക്ക് വരാനേ മടിയാണ്. ഇപ്പോൾ നമ്മളുടെ വർക്ക് ഏരിയയിൽ ഇപ്പോൾ നമ്മളുടെ സ്ഥലത്ത് കിടക്കണം നമ്മളുടെ കുക്കിയും ചക്കിയുമാണ്. അവരുടെ സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സ്നേഹമാണ്. അവർ രാവിലെ ഇപ്പോൾ പെട്ടെന്ന് കുറേ സമയം കൂടിയിട്ട് ചക്കി കുക്കിനെ കാണുകയാണെങ്കിൽ ഓടി വരും. നമ്മളുടെ അടുത്തേക്കൊന്നുമല്ല, ഫസ്റ്റ് കുക്കിയുടെ അടുത്തേക്ക് ഓടി വരും. അവളിങ്ങനെ നമുക്ക് തൊട്ടുരുമ്മി ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഭയങ്കര ഇതാണ്. കാരണം അവർ ചെറുപ്പം മുതലേ ചക്കി കണ്ണ് തുറന്ന് നോക്കുമ്പോഴേ തൊട്ട് കാണുന്നതാണ് ഈ കുക്കിയുടെ ഈ കുറുമ്പും സാധനങ്ങളൊക്കെ. അപ്പോൾ അവർ ഭയങ്കര എന്താ പറയുക, അവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി. മില്ലിക്ക് ഇപ്പോഴും കുക്കിനെ പേടിയാന്നല്ല, അവളിട്ട് ഓടിക്കും ഇപ്പോഴും. എന്നാലും കുറേ കുറവുണ്ട്. ചക്കീനെയൊക്കെ ഭയങ്കരമായിട്ട് ഇതുപോലെ തന്നെ ഓടിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നമ്മൾ വലുതായപ്പോഴും അവളൊന്ന് ഓടി ഇതിൻ്റെ മുകളിലെങ്കിലൊക്കെ കയറണ വരെയൊക്കെ നമുക്ക് ടെൻഷൻ തന്നെയായിരുന്നു. പിന്നെ അത് ശരിയായി. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ അവർ സെറ്റാണ്. അധികം അങ്ങനെ ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും ഒരു കാര്യത്തിൽ കുക്കി പ്രശ്നം ഉണ്ടാക്കും. കാരണം എന്താ പറയുക, ഈ കുക്കിക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫുഡൊക്കെ ഒഴിച്ച് ചിക്കൻ ഒക്കെ, അല്ലാണ്ട് അവളുടെ ഫുഡൊന്നും ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല. അതെങ്ങാനും കഴിക്കാനായിട്ട് മില്ലിയോ നമ്മുടെ ചക്കിപ്പെണ്ണോ വരികയാണെങ്കിൽ, അവരുടെ പാത്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇവള് മുറലും ചെയ്യും, കുരയ്ക്കും ചെയ്യും. അല്ലെങ്കിൽ ഒക്കെ ഭയങ്കര സ്നേഹം. അപ്പം നമ്മളെ മില്ലിയുടെ കഥ പറഞ്ഞ് നമ്മൾ കുക്കിയുടെ അടുത്തെത്തി. കുക്കിയുടെ വീഡിയോ വേറെ ഇടാം. അപ്പോൾ അതാണ് നമ്മളുടെ മില്ലിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ മില്ലി ചക്കിക്ക് 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മില്ലി ഇപ്പോൾ ആദ്യം ഹീറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്നറിയില്ല, കണ്ടറിയണം. അയ്യോ, നമുക്ക് ഇഷ്ടമൊന്നുമില്ല. പക്ഷേ എന്താ ചെയ്യുക, ഇവള് പുറത്തിറങ്ങി നടക്കണോണ്ട് വേറെ വഴിയില്ല. കാരണം അവൾ ആകെ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അവളുടെ ഫുഡ് കുറച്ച് കഴിക്കും. ചിലപ്പോൾ ചിക്കൻ കൊടുത്തു കഴിഞ്ഞാൽ ചോറ് തിന്നില്ല, ചിക്കൻ മാത്രം. പാല് ഇഷ്ടമാണ്, പക്ഷേ പാലധികം കൊടുക്കാൻ പറ്റില്ല. പാല് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ മില്ലി വിശേഷം.